തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫിന് മേൽക്കൈ. ആകെ സീറ്റ് നിലയിൽ ഒരു സീറ്റിന്റെ കുറവുണ്ടായെങ്കിലും ഇപ്പോഴും എൽ.ഡി.എഫ് തന്നെയാണ് മുന്നിൽ. തെരഞ്ഞെടുപ്പ് നടന്ന 30 വാർഡുകളിൽ 17 എൽ.ഡി.എഫ് മുന്നിലെത്തി. എന്നാൽ എൽ.ഡി.എഫിന്റെ 6 സീറ്റ് പിടിച്ചെടുത്ത യു.ഡി.എഫ് സീറ്റ് നില മെച്ചപ്പെടുത്തി. യു.ഡി.എഫിന്റെ 2 സീറ്റ് എൽ.ഡി.എഫും 1 എസ്.ഡി.പി.ഐയും പിടിച്ചെടുത്തു. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ 30 വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. എൽ.ഡി.എഫ് 18, യു.ഡി.എഫ് 10, സ്വതന്ത്രർ 2 എന്നിങ്ങനെയായിരുന്നു ഈ സീറ്റുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന കക്ഷിനില. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ യു.ഡി.എഫ് 10-ൽ നിന്ന് 12-ലേക്ക് എത്തി. എൽ.ഡി.എഫിന് ഒരു സീറ്റ് കുറഞ്ഞ് 17-ലേക്ക് എത്തിയെങ്കിലും ആകെ സീറ്റ് നിലയിൽ എൽ.ഡി.എഫ് തന്നെയാണ് മുന്നിൽ. കയ്യിലുണ്ടായിരുന്ന 3 സീറ്റ് നഷ്ടമായെങ്കിലും 6 പിടിച്ചെടുത്താണ് യു.ഡി.എഫ് സീറ്റ് നില 10-ൽ നിന്ന് 12-ലേക്ക് ഉയർത്തിയത്. യു.ഡി.എഫിന്റെ 2 സിറ്റിംഗ് സീറ്റ് എൽ.ഡി.എഫ് പിടിച്ചു. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡ് കോൺഗ്രസിൽ നിന്ന് എസ്.ഡി.പി.ഐ പിടിച്ചെടുത്തു. എസ്.ഡി.പി.ഐ, വെൽഫെയർ പാർട്ടി എന്നിവരുടെ പിന്തുണയോടെ യു.ഡി.എഫ് ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിൽ എൽ.ഡി.എഫും യു.ഡി.എഫും ഒപ്പത്തിനൊപ്പമെത്തി. ദൈവമേട് വാർഡ് എൽ.ഡി.എഫ് പിടിച്ചതോടെ ഇരു മുന്നണികൾക്കും 9 അംഗങ്ങൾ വീതമായി. നിലവിൽ യു.ഡി.എഫ് ഭരിക്കുന്ന പഞ്ചായത്തിലെ ഭരണം ഇതോടെ തുലാസിലാകും. കാസർഗോഡ് 2 എതിരില്ലാതെയാണ് എൽ.ഡി.എഫ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രീവരാഹം വാർഡ് എൽ.ഡി.എഫ് നിലനിർത്തിയപ്പോൾ യു.ഡി.എഫ് ഇക്കുറിയും 3-മതായി. തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിൽ പുളിങ്കോട് വാർഡ് യു.ഡി.എഫിൽ നിന്ന് എൽ.ഡി.എഫ് പിടിച്ചെടുത്തു. കൊല്ലത്ത് 4 എൽ.ഡി.എഫും 2 യു.ഡി.എഫും അവരവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. എറണാകുളം, അശമന്നൂർ, പായിപ്ര പഞ്ചായത്തുകളിലായി 2 വാർഡുകൾ എൽ.ഡി.എഫിൽ നിന്നും യു.ഡി.എഫ് പിടിച്ചെടുത്തു. മലപ്പുറം, തിരുനാവായ, തിരുവനന്തപുരം, കരിങ്കുളം, കോഴിക്കോട്, പുറമേരി, പത്തനംതിട്ട, അയിരൂർ പഞ്ചായത്തുകളിൽ യു.ഡി.എഫ് ഓരോ സീറ്റ് എൽ.ഡി.എഫിൽ നിന്ന് പിടിച്ചെടുത്തു. ചുരുക്കത്തിൽ എൽ.ഡി.എഫ് 17 സീറ്റുമായി മുന്നിലെത്തിയപ്പോൾ യു.ഡി.എഫ് 12 സീറ്റിലേക്ക് നില മെച്ചപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.